അതിനിടെ മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട MSFന്റെ പ്രതിഷേധം. മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, വിദ്യാഭ്യാസ മന്ത്രി ഇന്നിപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മലപ്പുറത്ത് സമരം പുരോഗമിക്കുകയാണല്ലോ. ഇന്നത്തെ സമരത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രതിഷേധം എങ്ങനെയായിരുന്നു MSFന്റേത്? അനുജ, വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതും സമാനമായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രതിസന്ധി ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം അത് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിലവിൽ മലപ്പുറത്ത് അതുപോലെ തന്നെ മലബാറിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് സർക്കാരിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാണ്. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മലപ്പുറത്ത് ഇനി 44 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ എന്ന സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. പുതിയ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഈ നടപടികളൊക്കെ പ്രവേശന നടപടികളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പുതിയ കണക്ക് ഇന്ന് പുറത്തു വരാൻ ഇരിക്കുകയാണ്. അതിനിടയിലാണ് തിങ്കളാഴ്ച ക്ലാസുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് MSF സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ KSU ഉണ്ട്, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നാകെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി തെരുവുകളിൽ സജീവമാണ്. ആ ഒരു ഘട്ടത്തിലാണ് SFIയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ പ്രശ്നം മലബാർ പോലത്തെ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടും SFI ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു അപേക്ഷ നൽകി എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു നടപടിയും SFIന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ SFI തന്നെ വ്യക്തമാക്കി സമരം കൂടുതൽ ശക്തമാക്കുമെന്നുള്ളത്. ഇന്ന് മലപ്പുറത്ത് MSFന്റെ നേതൃത്വത്തിൽ RDD ഓഫീസ് ഉപരോധം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഓഫീസ് പൂട്ടുന്ന നടപടികൾ ഉണ്ടായില്ല. മറിച്ച് പ്രവർത്തകർ ഈ ഓഫീസ് പരിസരത്തേക്ക് എത്തുമ്പോൾ തന്നെ പോലീസ് ഇവരെ പിടികൂടുകയും പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. തൊട്ട് പുറകെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം, അതായത് ഈ ക്ലാസ് തുടങ്ങുന്ന ദിവസം KSUവിന്റെയും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിലേക്ക് മാർച്ചുണ്ട്. കൂടാതെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റിലേക്കും മലബാർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ MSF പ്രതിഷേധിച്ചത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടാണ്.